സത്യയുഗത്തിൽ സിംഹത്തിന് മേലിരുന്ന് യുദ്ധം ചെയ്യുന്ന ഗണപതി ഭഗവാൻ കശ്യപ മഹർഷിയുടെയും അതിഥി ദേവിയുടെയും പുത്രനായി അവതരിച്ച മഹോദ്ഗത വിനായകൻ 10 കൈകളിൽ 10 ദിവ്യായുധങ്ങളുമായി ലോകത്തെ വിറപ്പിച്ച അസുരന്മാരെ സംഹരിക്കാൻ വന്ന ദിവ്യ അവതാരം. സത്യയുഗത്തിന്റെ പ്രഭ ചൊരിയുന്ന ഒരു കാലം. ഗംഗാതീരത്തെ ശാന്തമായ ആശ്രമത്തിൽ രുദ്രകേതു എന്ന മഹർഷിയും പത്നി സരളയും വസിച്ചിരുന്നു. പ്രകൃതി പോലും വണങ്ങുന്ന ആ പുണ്യ ദമ്പതികൾക്ക് 2 പുത്രന്മാർ ജനിച്ചു, ദേവാന്തകനും നരകാന്തകനും. മഹർഷി പുത്രന്മാരായി ജനിച്ചുവെങ്കിലും അവരുടെ ഉള്ളിൽ വളർന്നത് അധികാരത്തോടുള്ള അത്യാഗ്രഹമായിരുന്നു. ആയുധവിദ്യയിലും ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യരായ അവർ ഒടുവിൽ മഹാദേവനെ പ്രീതിപ്പെടുത്താനായി ഘോരമായ തപസ് ആരംഭിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്സിനൊടുവിൽ മഹാദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അല്ലയോ മഹാദേവ, ലോകത്തിലെ ഒരു മനുഷ്യനോ ദേവനോ അസുരനോ ഞങ്ങളെ വധിക്കരുത്. സർവ്വലോകങ്ങളും ഞങ്ങളുടെ കാൽ കീഴിലാകണം. ഈ വരം കേട്ട മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തഥാസ്തു എന്ന് പറഞ്ഞു. തുടർന്ന് ഈ വരം ലഭിച്ചതോടെ സഹോദരന്മാർ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായി മാറി. അവർ സ്വർഗ്ഗലോകം കീഴടക്കി ഇന്ദ്രനെ ആട്ടി ഓടിച്ചു. ഋഷിമാരുടെ യാഗശാലകൾ തകർത്തു. ഭൂമി അധർമ്മത്തിന്റെ ഭാരത്താൽ നെടുവീർപ്പിട്ടു. ഭയചകിതരായ ദേവന്മാർ ഒടുവിൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അഭയം പ്രാപിച്ചു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമായി കശ്യപ മഹർഷിയുടെയും അതിഥി ദേവിയുടെയും പുത്രനായി സാക്ഷാൽ ഗണപതി ഭഗവാൻ അവതരിച്ചു. അതായത് മഹോദ്ഗത വിനായകൻ. 10 കൈകളിൽ ദിവ്യായുധങ്ങൾ, മിന്നിത്തിളങ്ങുന്ന സിംഹവാഹനനായ ഭഗവാന്റെ ദിവ്യ രൂപം സൂര്യശതകോടി പ്രഭയുള്ളതായിരുന്നു. മഹോദ്ഗത വിനായകനെ സഹായിക്കാൻ 20 ശക്തരായ ഗണസേനാനികൾ അണിനിരന്നു. ഭഗവാന്റെ ദിവ്യരൂപം ഉദയസൂര്യനെ പോലെ ജ്വലിക്കുന്ന ചുവപ്പ്. 10 കൈകളുള്ള മഹാശക്തി. ചില രൂപങ്ങളിൽ 10 തുമ്പി കൈകളും 20 കൈകളുമുള്ള വിശ്വരൂപം. ആയുധങ്ങൾ സുദർശന ചക്രം, ഗദ, വാൾ, ശംഖ്, വില്ലും അമ്പും, ത്രിശൂലം, മഴു, താമര. 10ാമത്തെ കൈ ഭക്തർക്ക് അഭയമാകുന്ന വരദമുദ്ര. വാഹനം ഗർജിക്കുന്ന ഒരു സിംഹത്തിന് മേലിരുന്നാണ് ഭഗവാൻ യുദ്ധം നയിച്ചത്. രണഭൂമിയിൽ ദേവാന്തകന്റെയും നരകാന്തകന്റെയും കൂറ്റൻ അസുരപ്പടയെ നേരിട്ടത് മഹോദ്ഗത വിനായകനും അദ്ദേഹത്തിന്റെ 20 ഗണങ്ങളുമായിരുന്നു. ആകെ 21 പേർ. യുദ്ധക്കളം രക്തപങ്കിലമായി. അസുരന്മാർ പ്രയോഗിച്ച മായകളെല്ലാം വിനായക ഭഗവാന്റെ അങ്കൂശത്തിനും പാശത്തിനും മുന്നിൽ തകർന്നു വീണു. ഒടുവിൽ അജയ്യരെന്ന് കരുതിയ ദേവാന്തകനെയും നരകാന്തകനെയും വധിച്ചുകൊണ്ട് ഭഗവാൻ വിനായകൻ ലോകത്തെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. ഈ കഥയിൽ പറയുന്ന 21 മോദകങ്ങളുടെ പൊരുൾ എന്തെന്നാൽ, ഈ മഹാവിജയത്തിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഗണപതി ഭഗവാന് 21 മോദകങ്ങൾ നിവേദിക്കുന്നത്. ഇതിനു പിന്നിൽ അതിഗഹനമായ ഒരു തത്വമുണ്ട്. 20 മോദകങ്ങൾ നമ്മുടെ ശരീരത്തിലെ 20 ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ അറിവ് നേടാനുള്ള 5 ഇന്ദ്രിയങ്ങൾ, പ്രവർത്തിക്കാനുള്ള 5 ഇന്ദ്രിയങ്ങൾ, നാം ആകുന്ന പഞ്ചഭൂതങ്ങൾ, 5 തന്മാത്രകൾ. ഇവയെല്ലാം ഭഗവാന്റെ ആ 20 ഗണങ്ങളായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 21ാമത്തെ മോദകം എന്തെന്നാൽ, ഇവയെല്ലാം നയിക്കുന്ന നമ്മുടെ ആത്മാവ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും ആത്മാവിനെ തന്നെയും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് ഈ 21 മോദകങ്ങൾ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അസൂയയുമാണ് യഥാർത്ഥ അസുരന്മാർ. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന 20 ഘടകങ്ങളെയും 6ാമത്തെ അറിവായ ആത്മാവിനോടൊപ്പം ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് ഈ കഥയുടെ സന്ദേശം. ഇന്ദ്രിയങ്ങളെ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ വിടാതെ ഈശ്വരനിലേക്ക് തിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാനാകൂ. മഹോദ്ഗത വിനായകന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം മഹോദ്ഗത വിനായകായ നമഃ.